സോഷ്യൽ ആങ്സൈറ്റിയെക്കുറിച്ച് അനുഭവിക്കുന്നവർക്ക് നന്നായി അറിയുന്നതുകൊണ്ട് അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ. മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നു, അതിൽ മുഴുവൻ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരമല്ലേ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾക്കും മാറണ്ടേ എല്ലാവരെയും പോലെ? നിങ്ങൾക്കും സംസാരിക്കണ്ടേ, ഇടപഴകണ്ടേ? നിങ്ങൾ നിങ്ങളിലായി ഒതുക്കി വെച്ച പല കഴിവുകളും ഉണ്ടാവും. അതൊക്കെ ഉള്ളിൽ പൂട്ടിക്കെട്ടി സ്വയം ഇങ്ങനെ മരിച്ചു ജീവിക്കേണ്ട അവസ്ഥ ഇത് മാറ്റിയേ പറ്റൂ. അതിനെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. സോഷ്യൽ ആങ്സൈറ്റി വളരെ സാധാരണമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ പേടി, ശബ്ദം പുറത്തു വരാതെ ഇരിക്കുക, എല്ലാവരും എന്നെയാണ് ശ്രദ്ധിക്കുന്നത്, എന്നെപ്പറ്റി പറയുന്നു, ചിരിക്കുന്നു എന്നിങ്ങനെ മനസ്സിനെ വല്ലാത്ത തലങ്ങളിൽ എത്തിക്കും. അതിനെ അനുസരിക്കുന്ന ശരീരം പ്രതികരിക്കാൻ തുടങ്ങുന്നു. എങ്ങനെയെന്നാൽ ശരീരം വിറയലായി അനുഭവപ്പെടാം, കൈകൾ വിറയ്ക്കുന്നതായി തോന്നാം, ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ, മുഖത്തെ പേശികളെല്ലാം വലിഞ്ഞു മുറുകി നമ്മൾ അതുവരെ കണ്ട നമ്മളല്ലാതെയാവുന്ന ദയനീയമായ അവസ്ഥ. ആദ്യം തന്നെ കാരണങ്ങളാണ് അറിയേണ്ടത്. എപ്പോൾ മുതലാണ് നിങ്ങൾ ആൻസൈറ്റിക്ക് അടിമപ്പെട്ടത് ഓർത്തു നോക്കൂ. ചിലപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലാവാം, അല്ലെങ്കിൽ കുട്ടിക്കാലം അടിച്ചമർത്തിയ ഓവർ പ്രൊട്ടക്റ്റീവ് പാരൻസ് കാരണമാവാം, ഫാമിലി ഹിസ്റ്ററി വഴി, അങ്ങനെ ഏത് വഴിയിലൂടെ ആയാലും നമുക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയും. അതിന് ആദ്യം തന്നെ വേണ്ട സ്വന്തം പ്രശ്നങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട് എന്ന് അംഗീകരിക്കുക. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായി വരുന്ന നെഗറ്റീവ് തോട്ട്സ് എല്ലാം എഴുതി വയ്ക്കുക. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു, തെറ്റു പറയുന്നു എന്നിങ്ങനെ. ഈ ചിന്ത ശരിയാണോ അതോ തെറ്റാണോ എന്ന് സ്വയം വിലയിരുത്തുക. എന്നും രാവിലെ ഉണരുന്ന സമയത്തും ഉറങ്ങാൻ നേരത്തും ബ്രീത്ത് കൺട്രോൾ ചെയ്യുക. ദീർഘശ്വാസം എടുക്കുക പതുക്കെ. 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പിന്നീട് ശ്വാസം എടുത്തതിലും സാവധാനം പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 5-10 മിനിറ്റ് ഡെയിലി ചെയ്യുക. പിന്നെ യോഗ എക്സസൈസ് ഒക്കെ മനസ്സിനും ശരീരത്തിനും നല്ല ഒരു വ്യായാമമാണ്. നമ്മുടെ ബ്രെയിൻ പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ നമ്മൾ തന്നെ മാറ്റിയെടുക്കണം. പേടി തോന്നുമ്പോൾ പേടി തോന്നുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലേ ആ പേടിയെ നമ്മൾക്ക് മറികടക്കാൻ പറ്റും. മടി തോന്നുമ്പോൾ ആ മടിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. എങ്കിലേ ആ മടിയെയും നമ്മൾക്ക് ജയിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഡ്രസ്സിങ്ങിലും സംസാരത്തിലും നിൽപ്പിലും നടപ്പിലും ഒക്കെയുണ്ട് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനുള്ള വഴികൾ. നമ്മളെ തന്നെ വിലമതിക്കുന്ന രീതിയിലുള്ള നല്ല വസ്ത്രധാരണം, ഉറച്ചതായുള്ള സംസാരം, കുനിയാതെ നിവർന്ന് നല്ല സ്ട്രെയിറ്റ് ആയുള്ള നടപ്പ്, നിൽപ്പ്, ഇവയൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതാണ്. തീരെ പറ്റില്ല എന്ന് തോന്നുന്നവരാണ് ഈ തെറാപ്പി എന്നിവ തിരഞ്ഞെടുക്കുന്നത്. CBT തെറാപ്പിയിലൂടെ ചിന്തയുടെ പാറ്റേൺ തന്നെ മാറ്റാൻ അവർ പഠിപ്പിക്കും. മരുന്ന് ആവശ്യമായി വന്നാൽ നല്ല ഒരു ഡോക്ടറെ കാണാനും മടിക്കേണ്ട. പോസിറ്റീവായി മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ ആലോചിച്ച് സ്വയം മതിപ്പുള്ളവരാകുക. നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ബ്രെയിനിൽ സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഡെയിലി കുറഞ്ഞത് ഒരു 3-4 തവണയെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ഇങ്ങനെയാവാം: ഞാൻ കോൺഫിഡൻ്റ് ആണ്. എന്നെ തകർക്കാനോ തളർത്താനോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾക്കോ ഇനി മുതൽ സാധിക്കുകയില്ല. ഞാനും എല്ലാവരെയും പോലെ പക്വതയും വ്യക്തിത്വവും സൗന്ദര്യവും കഴിവും ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എന്നെ ബഹുമാനിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും എന്നെ തന്നെയാണ്. അതിനാൽ തന്നെ ദൈവത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇങ്ങനെ പവർഫുൾ അഫർമേഷൻ തന്നെ നമ്മളെ മാറ്റിയെടുക്കും. ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് അത്ര വലിയ മോശം കാര്യമൊന്നുമല്ല. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന എല്ലാ രോഗങ്ങളെയും പോലെ മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണിത്. രോഗമെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പഠിത്തത്തിന് പിറകോട്ടുള്ള കുട്ടികൾ, മറവി, പിന്നെ ഡ്രൈവ് ചെയ്യാനുള്ള ഭയം, അങ്ങനെ ഒരുവിധം ആളുകൾ എല്ലാവരും ഡോക്ടറെ കാണുന്നു. ഒരു ഡോക്ടറെ കാണുന്നത് മാനസിക രോഗി ആയതുകൊണ്ടാണ് എന്നുള്ള ആളുകളുടെ ചിന്താഗതിയാണ് ആദ്യം മാറേണ്ടത്. പിന്നെ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല, നിർത്തിയാൽ അത് ഗുരുതരമായി ബാധിക്കും എന്നിങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ കേൾക്കാതെ ഇരിക്കുക. ആൻസൈറ്റി കാരണം ജീവിതം തടസ്സപ്പെടുമ്പോൾ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ, ഉറക്കം തീരെ ഇല്ലാതെ വരിക, വിശപ്പില്ലാതെ വരിക, കൗൺസിലറിനെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാതെയാവുക എന്നീ അവസ്ഥയിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണണം. മരുന്ന് കഴിച്ചു തുടങ്ങണം. ചിലപ്പോൾ ഒരു 6 മാസം തുടർച്ചയായി മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അമിതമായ ഫിയർ സിഗ്നൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. ബ്രെയിൻ കാമാകാൻ സഹായിക്കുന്നു. നിങ്ങളും ഈ ആങ്സൈറ്റിയിൽ നിന്ന് മോചനം നേടുന്നു. അല്ലാതെ മോട്ടിവേഷൻ വീഡിയോ കണ്ടതിലൂടെയോ പേടിയെ പേടിച്ചും മടിയെ മടിച്ചും വീടിനകത്തിരുന്നാൽ ആ ഇരുന്നിടത്ത് തന്നെ ഒരു മാറ്റവുമില്ലാത്ത അവസ്ഥയിൽ നമ്മളുണ്ടാവും.
എന്നു മാത്രം. ജീവിതം ഒരിക്കലേ ഉള്ളൂ. അതിൽ ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കേണ്ട സമയം വ്യത്യസ്തമാണ്. നിങ്ങളുടെ ആയുസ് അളക്കാൻ നിങ്ങൾക്കാവുമോ? ഇല്ലല്ലോ. അതിനാൽ ഇനിയെങ്കിലും ജീവിച്ചു തുടങ്ങൂ. നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്ന ഏതു വഴിയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ആ നല്ല മാറ്റത്തെ എന്നും സ്വപ്നം കാണൂ, മാറിയതായി സങ്കല്പിക്കൂ.